ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശ്ശൂർ ചാവക്കാടുള്ള ഫാം വില്ലയിലെ കാഴ്ചകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാവക്കാട് പഞ്ചവടി ബീച്ചിനടുത്തുള്ള ഫാം വില്ലയാണ് കേട്ടോ ഒന്ന് നമ്മൾ പോയിരിക്കുന്ന സ്ഥലം. അവിടെ ഒരുപാട് പെറ്റ്സും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. മക്കളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. 150 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. 150 രൂപ കൂടുതലല്ലേന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് കയറാം. അതാ അപ്പോൾ ഇടത് സൈഡിലായിട്ട് ഒട്ടകം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടകത്തിന് ഫീഡ് ചെയ്യാനായിട്ട് ക്യാരറ്റാണ് അവർ നമുക്ക് തരുന്നത്. എല്ലാവർക്കും തന്നെ തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ഇതിന് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കൊടുത്തു. എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ പിടിച്ച് കടിക്കുമെന്ന്. പക്ഷെ ഞാനും കൊടുത്തായിരുന്നു. ഇതാ ആ കുട്ടി കൊടുക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ ഇത്തിരി ധൈര്യം വന്നത്. അങ്ങനെ നമ്മൾ കൊടുത്ത് അങ്ങനെ ഒട്ടകത്തിന് ക്യാരറ്റ് കൊടുക്കലും കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വേറെ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വെള്ള കുതിര. എനിക്കിതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് മഴത്തുള്ളിക്കിൽ കത്തിയിട്ട് കൊച്ചി ഹനീഫാനെയാണേ. അതെന്താ സംഭവം ഒന്ന് പിടികിട്ടി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിൽ ആളിത്തിരി കുറുമ്പനാണെന്നാ തോന്നണേ കേട്ടോ. എസ്രയുടെ കൈ അങ്ങ് കടിച്ചെടുത്തേനെ. പിന്നെ എസ്ര അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അവളെ ഇട്ട് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രാ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവിടെ ചില സ്ഥലത്തൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് തൊടരുതെന്നും അത് കടിക്കുന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെതാ ഇതുപോലെ നല്ല അടിപൊളി കൊമ്പൊക്കെ ആയിട്ട് ഉള്ള ആടുകളെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇതിനെ ഫീഡ് ചെയ്യാനായിട്ട് തന്നത് ചോളാപ്പൂരിയാണ് തന്നത്. പോപ്കോണാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാവരുടെ മുന്നിലൂടെ ഇങ്ങനെ കിടന്ന് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പ് കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇതിനെ കാണാനായിട്ട് അധികം ഹൈറ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഈ രോമം നല്ല നീളത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് നടക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ കൊണ്ടുപോയിട്ട്. നല്ല രീതിയിൽ തന്നെയാണ് കയറിയിരുന്നത്. പിന്നെ നമ്മൾ കണ്ടതാണ് ഈ മക്കാവ്. ഈ മക്കാവിനെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് തരുന്നത് സൺഫ്ലവറിൻ്റെ സീഡ്സാണ് തരുന്നത്. പിന്നെ നമുക്ക് എടുക്കാനും കയ്യിൽ വെക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ആ സീഡ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ തലയിൽ വെച്ചിട്ടും കയ്യിൽ വെച്ചിട്ടൊക്കെ കുറേ വീഡിയോസ്. പക്ഷെ അതൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നെപ്പോലെ പേടിയുള്ളവർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, ചുമ്മാ കണ്ടിട്ട് ഇങ്ങ് പോരാം. പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് താറാവുകളുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വീടുകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ തീറ്റയും വെള്ളവും ഒക്കെ അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആടുണ്ടല്ലോ, അത് ആടിൻ്റെ കൂടാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് സുന്ദര കുട്ടപ്പനാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ രോമൊക്കെ ഈരി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അടുത്തൊരു താരാണ് കേട്ടോ, 4 കൊമ്പുള്ള ചെമ്പരിയാടാണ്. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറേ സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് എമൂനെ ഫീഡ് ചെയ്യാനായിട്ട് ഇതിൽ ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്. പിന്നെ അടുത്തൊരു സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ക്യാറ്റ്സ് ആണുള്ളത്. അവിടെ ഒക്കെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞു ഇപ്പോൾ ഒരുപാട് തിരക്കായതുകൊണ്ടാണ് ഇവരൊന്നും നമ്മുടെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അവർക്ക് ഭയങ്കര ശല്യമായി ആൾക്കാരെ കണ്ട്. പിന്നെ ചേച്ചി കയറിയിട്ട് ഇതുപോലൊരു ക്യാറ്റിൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ പേർഷ്യൻ ക്യാറ്റാണ്. അതിൻ്റെ അടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റെഫിയുടെ കയ്യിൽ വെച്ച് കൊടുത്തായിരുന്നു. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, തൊടാനും എടുക്കാനൊന്നും എനിക്കിഷ്ടമായി.
ഇതൊക്കെയാണ് കേട്ടോ നമ്മളവിടെ കണ്ട കാഴ്ചകൾ. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണണ്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.